for the very nice introduction. നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടാനും അല്ലെങ്കിൽ നിങ്ങളോട് ആശയവിനിമയം നടത്താൻ കിട്ടിയ ഈ അവസരം എനിക്ക് തന്നവർക്ക് ഞാൻ കൃതാർത്ഥനാണ്. അതിയായ സന്തോഷവുമുണ്ട്. ബയോടെക്നോളജി ആൻഡ് ജെനറ്റിക്സ് എന്ന വിഷയം, അതിൻ്റെ പ്രസക്തി നമ്മുടെ കാർഷിക മേഖലയിലും നമ്മുടെ ഭക്ഷ്യ മേഖലയിലും എന്താണ് എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ, ചില തോട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ അടുത്ത 20 മിനിറ്റോളം ഉപയോഗിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം, വിസിബിൾ ആണ്. ഓക്കെ. Genetics and biotechnology in agriculture and food sector. Introduction ആയിട്ട് പറഞ്ഞതുപോലെ ഈ വിഷയങ്ങൾ വളരെ പ്രസക്തമാണ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്ടേഴ്സിന്. നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പല വിഷമങ്ങളും ചാലഞ്ചസും തരണം ചെയ്യാൻ ഈ സയൻസുകൾ ഉപയോഗിച്ചുള്ള പ്രതിവിധികൾ അല്ലെങ്കിൽ സൊല്യൂഷൻസ് വളരെ അധികം പ്രയോജനപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല സംരംഭങ്ങളും പല എന്റർപ്രൈസസ് ഓർ സ്റ്റാർട്ടപ്സ് എന്നുള്ള സാധ്യതകൾ വളരെ അധികമാണ്. ഈ കഴിഞ്ഞ 4-5 വർഷത്തിനിടയ്ക്ക് തന്നെ ഈ മാതിരിയുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുമായിട്ട് എനിക്ക് പരിചയപ്പെടാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ പലരും ഇനി വരും കാലങ്ങളിൽ, അടുത്ത കാലങ്ങളിൽ തന്നെ നിങ്ങളുടെ അറിവും നിങ്ങളുടെ കഴിവും പ്രയോജനപ്പെടുത്തി ഇതുപോലുള്ള സംരംഭങ്ങൾ, യു ബിക്കം എ ജോബ് പ്രൊവൈഡർ rather than a job seeker. I think that's the way for our country to go. So ആദ്യമായി തന്നെ ചില ട്രെൻഡുകൾ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല, പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നിയ ചില ട്രെൻഡുകളാണ്. ഒന്ന്, ഡിമാൻഡ് കൂടിക്കൂടി വരുന്നു. പല കാരണങ്ങളുണ്ട്. അർബനൈസേഷൻ, അതായത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഉടനീളം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുമ്പോൾ തന്നെ യു വിൽ ഫൈൻഡ് ദാറ്റ് അത് ഏകദേശം ഒരു കണ്ടിന്യൂസ് സിറ്റി പോലുള്ള റീജിയനാണ്. റൂറൽ ഏരിയ എന്ന് പറയാൻ സ്ഥലങ്ങളില്ല. പണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ലിവ്സ് ഇൻ ഇറ്റ്സ് വില്ലേജസ്. അത് ഗാന്ധിജിയുടെ കാലത്തായിരുന്നു. പക്ഷെ ഇന്ന് more than 35% of all people are in urban centers or centers are getting urbanized. നമുക്ക് എല്ലാവർക്കും അറിയാം, ലേബർ അവൈലബിലിറ്റി കുറഞ്ഞു വരുന്നു ആൻഡ് കോൺസിക്വന്റ്ലി കോസ്റ്റ് കൂടി വരുന്നു. ഇതുകൊണ്ട് അഗ്രികൾച്ചർ ഈസ് എ ലേബർ ഇന്റൻസീവ് എന്റർപ്രൈസ്. ലേബറുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം വലിയ പ്രയാസമാണ്. കാലാവസ്ഥ പ്രശ്നങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച്, ഈ അടുത്തിടയ്ക്ക് തന്നെ കേരളം അനുഭവപ്പെട്ട ഇടവിടാത്ത മഴ, അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ടുള്ള വെള്ളപ്പൊക്കം, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരേ സമയത്ത് നമ്മുടെ രാജ്യത്തിൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്കമായിരിക്കും, മറ്റേ സ്ഥലത്ത് ഡ്രൗട്ട് ആയിരിക്കും, അല്ലെങ്കിൽ വരൾച്ചയായിരിക്കും. With is the primary input in agriculture. Seed is the primary input. ഈ സെക്കൻഡറി ഇൻപുട്ടിന്റെ ഇപ്പൊ ഒരു ഗ്രോയിങ് ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡറി ഇൻപുട്ട്, അതായത് കീടനാശിനികള് അല്ലെങ്കിൽ വളം, ഇതിന്റെയൊക്കെ പ്രയോജനങ്ങൾ ത്രൂ ജനറ്റിക് മീൻസ്, ജനിതക മാറ്റങ്ങൾ കൊണ്ട് അതിന്റെ പ്രയോജനങ്ങൾ വിത്തിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള പ്രയത്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം മുമ്പോട്ട് പോകുമ്പോൾ.
ഇന്ന് ഉൽപാദനം മാത്രമല്ല മുഖ്യം. ഒരുപാട് ഉൽപാദനം, നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷ്യ സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷേ കൃഷിക്കാരൻ ഇന്നും വെള്ളത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമത്തിലാണ്. അതിന് ഫാം ഇൻകംസ്, വരവ്, അതിന്റെ എക്കണോമിക്സ്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഫാം ഇൻകം ഹാസ് ടു ബി ഇൻക്രീസ്ഡ്. ആൻഡ് അവസാനമായി ഒരു ട്രെൻഡ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻക്രീസിങ് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ agriculture has become the one activity where there is a confluence of multiple disciplines. Biotechnology തന്നെ it's a confluence of multiple disciplines. നമ്മുടെ genetics ഉണ്ട്, biochemistry ഉണ്ട്, recombinant DNA technology, everything is there. But agriculture also includes mechanical engineering, internet of things. നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതിലെ ചില എക്സാമ്പിൾസ് എടുത്തിട്ട് അതിലുള്ള ചാലഞ്ചസ് എന്താണ്, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൺടർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഇനി ഞാൻ മുമ്പോട്ട് വിസ്തരിക്കാം. ഇൻക്രീസിങ് ഡിമാൻഡ് എന്ന് പറഞ്ഞു. പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിന്റെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിടെ സമയം തൊട്ട് 1 AD തൊട്ട് നമ്മൾ 1950 വർഷത്തിൽ our world population became 5 billion, അതായത് 500 കോടി. But in the next, the additional 5 billion will be added in the next 50 years. So ആ കർവ് എങ്ങനെ വളഞ്ഞ് മുകളിലോട്ട് പോകുന്നെന്ന് നോക്കും. 2075 ആകുമ്പോഴത്തേക്ക് our population is estimated to reach about 10 billion or even 12 billion. There are different estimates. But population വളരുന്ന മാത്രമല്ല, ഇതിന്റെ മറുവശത്ത് നമ്മുടെ പ്രൊഡക്ഷന് വേണ്ട റിസോഴ്സസ്, അത് നിലമായാലും ലാൻഡ് റിസോഴ്സസ്, അല്ലെങ്കിൽ ജലസേചനത്തിനുള്ള വെള്ളമായാലും, അല്ലെങ്കിൽ ഇതൊക്കെ കുറഞ്ഞു കൊണ്ടുവരികയാണ്. അതാണ് ഈ കാർട്ടൂണിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ വലിക്കുന്നത് കയറ്റം കൂടി വരികയാണ്. സോ you have to produce more and more with less and less. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ടോ ചലഞ്ച് ആയിട്ടോ എടുക്കാം. പക്ഷെ ചലഞ്ച് ഉള്ള സ്ഥലത്തല്ലേ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇത് നമ്മൾ കൈവരിക്കുകയാണെങ്കിൽ, ഈ ഒരു ഉദ്ദേശത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റുവാണെങ്കിൽ, there are a number of opportunities for starting enterprises. ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് എങ്ങനെ കൂടുതൽ ഉത്പാദിപ്പിക്കാം, ഒരുപാട് ഇൻപുട്സിന്റെ കാര്യങ്ങൾ, അഗ്രികൾച്ചറൽ ഇൻപുട്സ്, ഇസ് എ മേജർ ഏരിയ. ഒരു ഉദാഹരണം മാത്രം ഇവിടെ കൊടുക്കുകയാണ്. നമ്മുടെ ഫെർട്ടിലൈസർ, നൈട്രോജനസ് ഫെർട്ടിലൈസർ. ഇതൊരു നാഷണൽ ജോഗ്രഫിക് എന്നൊരു മാഗസീനിൽ നിന്ന് എടുത്ത ഞാനൊരു പടമാണ്, ഫീസ്റ്റ് ഓർ ഫാമിൻ. നമ്മുടെ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും പച്ചയിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് adequate amount of nitrogen is there in the soil. ബട്ട് ലോകത്ത് പല സ്ഥലത്തും നൈട്രജൻ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വാചകം ഞാൻ ഇതിനുള്ള എടുത്ത് വായിക്കാം. നിയർലി ഹാഫ് ദ പീപ്പിൾ ഓൺ ദിസ് പ്ലാനറ്റ് വുഡ്ന്റ് ബി അലൈവ് ഇഫ് നോട്ട് ഫോർ ദി അബണ്ടന്റ് ഫുഡ് മെയ്ഡ് പോസിബിൾ ബൈ നൈട്രജനസ് ഫെർട്ടിലൈസർ. സോ ഇത് നമ്മൾ പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് ഫെർട്ടിലൈസർ ഓവർ യൂസ് കാരണം പല പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിലും, ഈ ഫെർട്ടിലൈസർ ഇല്ലായിരുന്നെങ്കിൽ, നൈട്രോജനസ് ഫെർട്ടിലൈസർ എസ്പെഷ്യലി ഇല്ലായിരുന്നെങ്കിൽ, ലോകത്തിലെ പകുതി ജനസംഖ്യ ഇന്ന് ഇല്ലാതാകുമായിരുന്നു. എനിവേ, നമുക്ക് ഇന്ത്യയുടെ കഥ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ 1943 ഒരു ഫാമിൻ കഴിഞ്ഞാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്ന് 50കളിലും 60കളിലും ഇന്ത്യസ് പ്രൊഡക്ഷൻ വാസ് ഓൺലി 50 മില്യൺ ടൺസ്. ഇന്ന് ഇറ്റ് ഈസ് ക്ലോസ് ടു 300 മില്യൺ ടൺസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഇന്ന് നമുക്ക് പക്ഷേ ക്ഷാമമില്ല. പക്ഷേ കൂടുതൽ ഉത്പാദിക്കുന്നതുകൊണ്ട് നമ്മുടെ ബഫർ സ്റ്റോക്ക് ഒക്കെ സൂക്ഷിക്കാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് എ മച്ച് ബെറ്റർ സിറ്റുവേഷൻ. സോ ഇത് പലതും ഈ കഴിഞ്ഞ 50 to 60 ഇയേഴ്സിന്റെ 5-6 ഡിക്കേഡ്സിന്റെ പ്രയത്നങ്ങളും സയന്റിഫിക് ഇന്റർവെൻഷൻസ് കൊണ്ടുള്ള ഉണ്ടാക്കിയ മാറ്റങ്ങളാണ്. അതേപോലെ തന്നെ ഇൻ ദി ഏരിയ ഓഫ് ഇൻപുട്സിന്റെ കാര്യം പറഞ്ഞു. ഇൻ ദി ഏരിയ ഓഫ് ജനറ്റിക് ചേഞ്ചസ്, പുതിയ വിത്തിനങ്ങൾ. സോ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മള്
ഒരു സസ്യത്തിന്റെ ബോത്ത് ഇറ്റ്സ് നേച്ചർ ആൻഡ് നർച്ചർ ഇത് മോഡിഫൈ ചെയ്യുന്നതാണ് അഗ്രികൾച്ചർ. നേച്ചർ എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ഒരർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ മലകളും വെള്ള ലേക്സും ഇതൊക്കെ നേച്ചറാണ്. പക്ഷെ ഒരു ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഒരു ജന്തുവിന്റെ അല്ലെങ്കിൽ ഒരു സസ്യത്തിന്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം, അതിന്റെ ആകാരം, അതിന്റെ വളർച്ചയ്ക്കുള്ള ശേഷി, അതിന്റെ പ്രത്യുൽപാദന ശേഷി, ഇതൊക്കെയാണ് നേച്ചർ എന്ന് പറയുന്നത്. ഈ നേച്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ ജനറ്റിക് കോമ്പണന്റ് ആണ്. The genetic makeup of an organism determines its nature. For example, ചിലവരുണ്ട് നമ്മുടെ ആളുകളിൽ തന്നെ ചിലവര് എത്ര കഴിച്ചാലും വണ്ണം വയ്ക്കത്തില്ല. പക്ഷെ ചിലവർ ഒന്നും കഴിച്ചില്ലെങ്കിൽ തന്നെ വണ്ണം. ഇതൊക്കെ ആളുകളുടെ നേച്ചറാണ്. ചിലവർക്ക് ദേഷ്യം വേഗം വരും. സോ ഇതൊക്കെ these are determined basically by the genetic makeup. But it is the nurture. Nurture എന്ന് പറയുന്നത് ഇത് external environment, പരിപാലനം. This is what determines the expression of the nature. So potential ആയിട്ട് ഇപ്പൊ ഒരു നെൽച്ചെടിക്ക് 1.5 മീറ്റർ പൊക്കം വരെ വളരാനുള്ള ഒരു നേച്ചർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ത്രൂ ഇറ്റ്സ് ജീൻസ്, അത് വിത്ത് പായി കഴിഞ്ഞാൽ തന്നെ വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് മുളയ്ക്കത്ത് പോലും ഇല്ല. 1.5 മീറ്റർ പോയിട്ട് 1.5 ഇഞ്ച് പോലും ചിലപ്പോൾ അത് മുളച്ചെന്നിരിക്കത്തില്ല. സോ ദി നർച്ചർ ഡിറ്റർമിൻസ് ദി എക്സ്പ്രഷൻ ഓഫ് ദി നേച്ചർ. Now, ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇത് is the result of one of the longest running experiments, agricultural experiments in the world. 1840 തുടങ്ങിയ റൊതാംസ്റ്റെഡ് എക്സ്പെരിമെന്റൽ സ്റ്റേഷനിലുള്ള ഒരു എക്സ്പെരിമെന്റ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പെരിമെന്റ് ആണ്. ഇതിന്റെ ഒരു 5-6 വർഷം മുമ്പുള്ള റിസൾട്ടാണ് ഞാനിപ്പം ഇവിടെ കാണിക്കുന്നത്. ഇന്നും അതിന്റെ ലേറ്റസ്റ്റ് റിസൾട്ട് നിങ്ങൾ വെബിൽ ഈ റൊതാംസ്റ്റെഡ് എക്സ്പെരിമെന്റൽ റിസർച്ച് സ്റ്റേഷന്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾക്ക് അതിന്റെ ലേറ്റസ്റ്റ് റിസൾട്ട് അറിയാം. പക്ഷെ ഇവിടെ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓരോ റെഡ് സ്റ്റോക്ക്, ഇത് വീറ്റിന്റെ എക്സ്പെരിമെന്റ് ആണ്. വീറ്റിന്റെ എക്സ്പെരിമെന്റ്, ഗോതമ്പ്, പല വെറൈറ്റികൾ 1900, 920, 940 പല വെറൈറ്റികൾ ഇറക്കിയതിന്റെ ലിസ്റ്റാണ് ഈ എക്സ് ആക്സിസിൽ കാണുന്നത്. വൈ ആക്സിസിൽ കാണുന്നത് അതിന്റെ നർച്ചർ, പല പല ഇന്റർവെൻഷൻസ്. ഈ നീല വര കാണുന്നത് ഒരു ഇന്റർവെൻഷനും ഇല്ലെങ്കിലും പല വെറൈറ്റികൾ, അത്യുൽപാദന ശേഷിയുള്ള വെറൈറ്റികൾ ഇറക്കിയാലും ആ ഈൽഡ് അന്നത്തെ 1840 ഒരു ടണ്ണിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഈ നർച്ചർ കാരണം the potential of the varieties is going up, and today the yields are close to 10 tons per hectare. From 1 ton to 10 tons per hectare is because of the improvements that has happened to both the nature and nurture. I think നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ സൈറ്റിൽ പോയാൽ കാണാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടെങ്കിൽ. ക്ലൈമറ്റ് ചേഞ്ച്, താപനില വർദ്ധിക്കുന്നു, ഗ്ലോബൽ വാർമിംഗ്, അൺസർട്ടനിറ്റി ഓഫ് വെതർ, ഇതൊക്കെ ഒരു നടക്കുന്ന കാര്യമാണ്. ഇതിന് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 1950-നും 80-നും ഇടയ്ക്കുള്ള ആവറേജ് ടെമ്പറേച്ചർ ഇന്നത്തെ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ 1 ഡിഗ്രി കൂടുതലാണ് ഇന്ന് അന്നത്തെ സമയത്തിനേക്കാൾ. അപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് ഉണ്ടായിരുന്ന ആവറേജ് ടെമ്പറേച്ചറിനെക്കാട്ടിലും 1 ഡിഗ്രി കൂടിയിട്ടുണ്ട് ഈ 40-45 വർഷത്തിനിടയ്ക്ക്. ഈ സെഞ്ചുറി കഴിയുമ്പോഴത്തേക്കും 2100 ആകുമ്പോഴത്തേക്കും 1.5 ഡിഗ്രി കൂടെ കൂടും എന്നാണ് എക്സ്പെക്ടേഷൻ. അതിനു വേണ്ടിയാണല്ലോ നമ്മളിപ്പോൾ അടുത്തിടയ്ക്ക് കണ്ടില്ലേ ചില കോപ്പ് മീറ്റിംഗ്, നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ പോയി ഇനി കോൾ ബേണിംഗ് ചെയ്യാൻ പാടില്ല, ന്യൂസിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നമ്മുടെ പല അങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ട്, അതായത് റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യാനും അല്ലെങ്കിൽ കോൾ ബേൺ ചെയ്യാതിരിക്കാനും ഒക്കെ കൊണ്ട് നമുക്ക് ഈ 1.5 ഡിഗ്രി തന്നെ ഈ നിർത്താം, അതിനെ കൂടുതൽ പോകാം. അതിനോടൊപ്പം തന്നെ ഇതിന്റെ കാർഷിക മേഖലയിൽ ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? പല സസ്യങ്ങളും ഈ കൂടിയ താപനില അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാകുന്ന മഴക്കെടുതി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ഇതൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തവയാണ് ഇന്ന്. അപ്പൊ ക്യാൻ യു ഇൻട്രൊഡ്യൂസ് ന്യൂ ട്രേറ്റ്സ് ലൈക്ക് ഹീറ്റ് ടോളറൻസ്?
സബ്മർജൻസ് ടോളറൻസ്. ഇപ്പോ നമ്മുടെ SUB1 എന്ന് പറഞ്ഞൊരു ജീൻ അതിന്റെ ജനറ്റിക് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞ ഒരു 5 വർഷത്തില് പല വെറൈറ്റി, നമ്മുടെ റൈസിന്റെ വെറൈറ്റി, സ്വർണ്ണ പോലുള്ള വെറൈറ്റികൾ ഈ SUB1 എന്നുള്ള ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് വെള്ളം മൂടി കിടന്ന, ഇന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലൊക്കെ ഉള്ള പ്രശ്നം ഈ വരകളിലാണല്ലോ നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നത്. അപ്പൊ മഴ ഒരുപാട് വരുമ്പം അല്ലെങ്കിൽ ഡാം തുറന്നു വിടുമ്പോഴൊക്കെ ആ ഭാഗങ്ങളൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കും. ഒരു 10-15 ദിവസത്തേക്ക് നിറഞ്ഞു കിടന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒഴുകിപ്പോവും. പക്ഷെ ആ 10-15 വർഷത്തേക്ക് നമ്മുടെ പരമ്പരാഗതമായ നെൽവിത്തുകൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിച്ചിട്ടിരിക്കുന്ന നെൽവിത്തുകളൊക്കെ അഴുകിപ്പോവും. പക്ഷെ ഈ SUB1 ഇൻട്രൊഡ്യൂസ് ചെയ്ത നെൽവിത്ത് 15 ദിവസം കഴിഞ്ഞ് വെള്ളം ഇറങ്ങിയാൽ അത് റീജനറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ആ കൃഷി ചെലവും ഇനീഷ്യലായിട്ട് ട്രാൻസ്പ്ലാന്റിങ്ങിനൊക്കെ വേണ്ട ചെലവൊക്കെ അത് നാശമായി പോകത്തില്ല. ഒരു ക്രോപ്പ് കിട്ടുകയും ചെയ്യും. ശകലം ഈൽഡിൽ വ്യത്യാസം ഉണ്ടാവും, എന്നാലും കൃഷിക്കാരന് അത്ര വലിയ നഷ്ടം ഉണ്ടാകത്തില്ല. സോ അങ്ങനത്തെ ടെക്നോളജീസിനൊക്കെ വളരെ വളരെ ഓപ്പർച്യൂണിറ്റീസ് കൂടി വരികയാണ്. ടെമ്പറേച്ചർ ടോളറൻസ് നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. ബോട്ടണി സ്റ്റുഡൻസ് ഉണ്ടോ? ബയോകെമിസ്ട്രി സ്റ്റുഡൻസ്? ഓക്കെ. സോ ഈ C3 C4 പ്ലാന്റ്സ് എന്നുണ്ടല്ലോ, അതായത് നമ്മുടെ ഫോട്ടോസിന്തസിസില് 2 തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. C4 പ്ലാന്റ്സിന് അതിന്റെ ബയോകെമിസ്ട്രി ഒക്കെ നോക്കി കഴിയുമ്പോൾ അതിനെ താപനില താങ്ങാനുള്ള ശേഷി കൂടുതലാണ്. അപ്പൊ ഇന്ന് റൈസ് പോലുള്ള C3 പ്ലാന്റ്സില് എങ്ങനെ C4ന്റെ ട്രേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള പരിശ്രമങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പല ലെവലിലാണ്, അതൊന്നും പൂർണ്ണമായിട്ടില്ല. പക്ഷെ ഇതുപോലൊക്കെയാണ് ഈ ട്രെൻഡ്സ് കാരണം എങ്ങനെ പുതിയ സംരംഭങ്ങൾക്കും പുതിയ റിസർച്ചിനും പുതിയ ഇന്നോവേഷനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉത്ഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ മാത്രം. അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് ഈ പെസ്റ്റ് കീടങ്ങളുടെ ബിഹേവിയറും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലം വരെ, കഴിഞ്ഞ ഒരു 2-3 വർഷം വരെ നമ്മുടെ ഇന്ത്യയിൽ ചോളം, മെയ്സ്, ഈ സ്പോഡോപ്ട്ര എന്ന് പറയുന്നത് ഒരു പെസ്റ്റ് അല്ലായിരുന്നു. അതിനുവേണ്ടി ഒരു പ്രതിവിധിയും ഇല്ല, അതിന് കെമിക്കലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചോളത്തിന് വേറെ ചില പെസ്റ്റുകളുണ്ട്. പക്ഷെ ഈ നമ്മുടെ റൈസിലൊക്കെ ഇലത്തിൽ നിന്ന് ഒരു തരം പുഴുവുണ്ട്, ആർമി വർം, അതാണ് ഈ സ്പോഡോപ്ട്ര ഫ്രിജിപ്പർഡ. ഇത് ഇപ്പൊ ചോളത്തിലേക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങളിലും ചോളത്തിൽ ഇതൊരു മേജർ പെസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അതിനുള്ള പ്രതിവിധികൾ, സോ നമ്മൾ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം ചെയ്തു, പിന്നെ നമുക്ക് അതിനെ കാലാകാലങ്ങളിലേക്ക് നമുക്ക് അനുഭവിക്കാന്നുള്ളതല്ല. അത് എപ്പോഴും ഡൈനാമിക് ആയിരിക്കണം. നമ്മൾ പുതിയ പുതിയ സംരംഭങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ ചില ജനറ്റിക് മാറ്റങ്ങളും ചില കെമിക്കൽസും ഒക്കെ ഇതിനു വേണ്ടി പ്രതിവിധിക്കായിട്ട് ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയ കൊറോണ പോലത്തെ പുതിയ വേരിയന്റ് ഇപ്പൊ കണ്ടില്ലേ, ഒമിക്രോൺ വേരിയന്റിന് അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ടോ? അതുപോലെ ഈ ചെടികൾക്കും നമ്മുടെ ഭക്ഷ്യമേഖലയിലും അല്ലെങ്കിൽ കാർഷിക മേഖലയിലും ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചാലഞ്ചസ് ആർ കമ്മിങ് ആൻഡ് opportunities to find solutions for these challenges are opportunities for entrepreneurship also. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വിത്ത് is the primary input, seed is the primary input. So ഇന്ന് the growing trend, വിത്തിന്റെ വേറൊരു ഗുണം, ഈ ഇൻപുട്ടിന്റെ പല ഇൻപുട്ടുകളും സ്കെയിൽ ന്യൂട്രൽ അല്ല. എന്ന് വെച്ചാൽ ഇപ്പോ 1/2 ഏക്കറുള്ള ഒരു കർഷകൻ, ഒരു 100 ഏക്കറുള്ള കർഷകൻ പല ഫാം മെഷീനറി എടുത്തു നോക്കും, ഒരു ട്രാക്ടറോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ഥലം ചെറുതാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് പ്രയോജനമില്ല അങ്ങനെ ഒരു മെഷീനറി. അതേസമയം 50 ഏക്കറുള്ള കൃഷിക്കാരൻ ഒരു ട്രാക്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ലാഭം ഉണ്ടാക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഇൻപുട്ട്, ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചറൽ മെഷീനറി, ഒരു ട്രാക്ടർ പോലുള്ള ഇൻപുട്ട് ഈസ് നോട്ട് സ്കെയിൽ ന്യൂട്രൽ. വേറെസ് വിത്ത് ആണെങ്കിൽ 1/2 ഏക്കർ ഉള്ള ഒരു കൃഷിക്കാരൻ, ലെറ്റ് us say അയാള് എക്സ് എമൗണ്ട് ഓഫ് സീഡ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ 5 ഏക്കറുള്ള കൃഷിക്കാരൻ 5x യൂസ് ചെയ്യുന്നു. സോ പ്രൊപ്പോർഷനേറ്റ് ലാഭം എല്ലാ കൃഷിക്കാർക്കും കിട്ടുന്നു. ദിസ് ഈസ് കോൾഡ് എ സ്കെയിൽ ന്യൂട്രൽ ഇൻപുട്ട്. അപ്പൊ ഈ ഇൻപുട്ടിലേക്ക് മറ്റേ ഇൻപുട്ടിന്റെ ഗുണങ്ങൾ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ഫോർ ദി ഫാർമേഴ്സ്. സോ ഇതുകൊണ്ട് നമുക്ക്
ജനറ്റിക് ചേഞ്ചസ് കൊണ്ടും നർച്ചർ ചേഞ്ചസ് കൊണ്ടും നമുക്ക് സീഡിൽ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും BT കോട്ടനെ കുറിച്ച്. BT കോട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സോ BT എന്ന് പറഞ്ഞാൽ ബാസിലസ് തുറിഞ്ചെൻസിസ്, ബയോടെക്നോളജി അല്ല. ബാസിലസ് തുറിഞ്ചെൻസിസ് ഒരു സോയിൽ ഓർഗാനിസം ആണ്. ഈ പരുത്തിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെസ്റ്റാണ് ഈ ബോൾവർംസ്. ബോൾവർംസ് 3 തരത്തിലുണ്ട്. പക്ഷെ ഇതിനെങ്ങനെ ആക്രമിക്കുന്നു വെച്ചാൽ ആ ബോൾ, ആ പരുത്തി ഉണ്ടാകുന്ന ആ പൂ വരുമ്പോൾ തന്നെ അതിനകത്ത് തുരന്ന് കയറി അകത്തിരിക്കും. ഇപ്പൊ വെളിയിൽ നിന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അതിന് ഏക്കത്തില്ല. അപ്പൊ ഇതിന് റെസിസ്റ്റൻസ് ഉള്ള കോട്ടണിനകത്ത്, അതായത് പരുത്തിയുടെ ജേംപ്ലാസത്തിനകത്ത് ഇതിന് റെസിസ്റ്റൻസ് ഉള്ള സോഴ്സസ് ഇല്ല. അപ്പം ഈ ബോൾവേംസിന്റെ അല്ലെങ്കിൽ ലെപ്പിഡോപ്റ്ററൻ പെസ്റ്റിന്റെ നാച്ചുറൽ പാത്തജൻ ഉണ്ട്, ബാസിലസ് തുറിഞ്ചെൻസിസ്. അത് ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ അതായത് ഈ പെസ്റ്റിന്, അതായത് ഈ ബോൾവേം പെസ്റ്റിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പ്രോട്ടീൻ നമ്മൾ ഈ പുതിയ ജനറ്റിക് രീതികളൊക്കെ ഉപയോഗിച്ച് അത് കോട്ടണിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു. വളരെ ചെറിയ തോതിൽ, മൈക്രോഗ്രാം ലെവൽസ് പെർ ഗ്രാം ഓഫ് ടിഷ്യൂ. മൈക്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁶ ഓഫ് എ ഗ്രാം, അതാണ് മൈക്രോഗ്രാം. സോ ആ ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ഇത് തിന്നുമ്പം ഇത് ശകലം ഉൾക്കൊണ്ടിട്ട് അത് പിന്നെ അതിന് പല രീതികളിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതാണ് BT cotton. So value of the pesticide, which used to be an additional input, is captured in the seed itself. So that is the technology. So ഇതുപോലെ പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ബ്ലാസ്റ്റ് റെസിസ്റ്റൻസ്, ഈ നെൽപ്പാടങ്ങളിൽ കേരളത്തില് വളരെ, കുട്ടനാട്ട് ആണെങ്കിലും പാലക്കാട് ഏരിയയിലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസീസാണ് ബ്ലാസ്റ്റ് ഡിസീസ്. ഫംഗൽ ഡിസീസാണ്, കുമിൾ രോഗമാണ്. ഇതിനുള്ള RNAi ബേസ്ഡ് ടെക്നോളജി ഇപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഇപ്പം പുതിയ ജനിതക രീതികളും ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്നിട്ട് നമുക്ക് പുതിയ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉൽപാദനം മാത്രം വർദ്ധിച്ചുകൊണ്ടായില്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്രീസ് ദി ഫാർമേഴ്സ് ഇൻകം. അല്ലെങ്കിൽ കൂടുതൽ കുഴപ്പം ഉണ്ടാകത്തേ ഉള്ളൂ. കൂടുതൽ ഉൽപാദനം ഉണ്ടെങ്കിൽ അത് വിറ്റഴിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ പ്രക്ഷോഭങ്ങളും ഇതൊക്കെ കണ്ടില്ലേ. സോ ഫാം ലോസിനെതിരെ മാർക്കറ്റ് റിഫോംസിന് വേണമെന്ന് ചിലവര്, വേണ്ടാന്ന് ചിലവര്. അത് ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിൽക്കാനുള്ള പ്രയാസങ്ങള്, വിലയിടിവ്, ഇന്റർനാഷണൽ മാർക്കറ്റ്, ഇതൊക്കെ നമ്മൾ കണക്കെടുത്തുകൊണ്ട് ഫാം ഇൻകം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പല വിധത്തിൽ ചെയ്യാം. എൻ്റെ ഒരു അനുമാനത്തിൽ സെക്കൻഡറി അഗ്രികൾച്ചർ അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരുപാട് കാലമായി അഗ്രികൾച്ചറൽ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ റബ്ബർ ഷീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. കേരളമാകുമ്പം പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലേ, അല്ലെങ്കിൽ വെറും കാപ്പിക്കുരു ഉൽപ്പാദിപ്പിക്കുന്നു. അതിന് വാല്യൂ അഡീഷൻ, അതിന് എത്രയോ മടങ്ങ് വാല്യൂ ആഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പം ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം മാത്രമല്ല, എക്സ്പോർട്ടും പല രാജ്യങ്ങളിലുള്ള ഇൻകം ഉണ്ടാക്കാനുള്ള സാധ്യതകളും അതിനോടനുബന്ധമായ എന്റർപ്രൈസസിനും സ്റ്റാർട്ടപ്സിനും ഉള്ള സാധ്യതകളും ഇതിലുണ്ട്. 1-2 എണ്ണത്തിനെ കുറിച്ച് ഞാൻ പറയാം അടുത്ത സ്ലൈഡിൽ. ഉദാഹരണത്തിന് ഫുഡ് പ്രോസസ്സിംഗ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ സോൾഫുൾ എന്ന് പറയുന്നത് എൻ്റെ പഴയ കമ്പനിയായ കൊട്ടാരം അഗ്രോ ഫുഡ്സിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഞങ്ങൾ ഇതിപ്പം ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ അതവർ ഈ വർഷം ആദ്യം ഫെബ്രുവരിയിൽ ആ കമ്പനി അവർക്ക് വിറ്റു, അവർ വാങ്ങിച്ചു. നമ്മുടെ ഇന്ത്യൻ ഗ്രെയിൻസ് ഉണ്ടല്ലോ, രാഗി, ഇതുപോലുള്ള കൂവരകൊക്കെ, ദേ ആർ വെരി വെരി റിച്ച് ന്യൂട്രീഷണലി. പക്ഷേ ഇന്നത്തെ അർബൻ പോപ്പുലേഷൻ അത് അത്ര പ്രിയമല്ല. എന്തെന്ന് വെച്ചാൽ അവരൊക്കെ ദേ ആർ അപ്വേർഡ്ലി മൊബൈൽ, ദി ഇൻകംസ് ആർ ഇൻക്രീസിങ്. അത് ട്രഡീഷണൽ രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വലിയ അട്രാക്ഷൻ ഇല്ല. ഇന്നിപ്പോ എല്ലാവരും പിസ്സയും ആ മോഡലിലേക്കൊക്കെ മാറുമ്പോൾ വി ഷുഡ് ഓൾസോ ചേഞ്ച് ദി വേ ദാറ്റ് ദീസ് തിങ്സ് ആർ പ്രസന്റഡ് to the generation or the discerning generation, so that number one, the eye appeal and the palate appeal is maintained. So it looks modern, it is convenient is very very important. But രാവിലെ both ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് ഇറങ്ങുമ്പം കുട്ടിയെ ഡ്രസ് ചെയ്ത് വിടണം. അപ്പൊ ആ സമയത്ത് പഴയ പോലെ ഒരുപാട് ഇളക്കിയും പിടിച്ചും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അതിനുള്ള സമയം കിട്ടത്തില്ല. സോ കൺവീനിയന്റ് ഫുഡ്സ്
സോ ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വിതൗട്ട് ലൂസിങ് അവേ ദി ന്യൂട്രീഷൻ. പിന്നെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവർക്കൊക്കെ ദേ വാണ്ട് ടു ലുക്ക് ഗുഡ് ആൻഡ് ഫിറ്റ്. സോ അതിന് വേണ്ട ഫുഡുകൾ ഒരുപാട് പണ്ടത്തെ പോലെ. സോ ഇഫ് യു ഗീവ് സം ഹെൽത്തി ഓപ്ഷൻസ്, ദർ ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ സം ഓഫ് ദീസ് തിങ്സ്. ഞാൻ ഈ ഷുഗർ കെയിൻ, ഈ എന്റെ കഴ്സർ കാണാമെങ്കിൽ ഈ ഷുഗർ കെയിന്റെ പടം ഇട്ടത് ബിക്കോസ് ഐ എം ഓൾസോ മെന്ററിങ് വൺ കമ്പനി. അവരുടെ പേര് ത്രാണ ലാബ്സ് എന്നാണ്. അവര് they are using sugarcane not to produce sugarcane juice or sugarcane, but it is in the area of what is called as biopharma, PHARMA. ഈ ഒരുപാട് ജനറ്റിക് ഡിസീസസ് ഉണ്ടല്ലോ ഹ്യൂമൻസിന്റെ, ഡൗൺ സിൻഡ്രോം, ഹണ്ടിങ്ടൺ ഡിസീസ്, ഇതുപോലെ പലതിനും ഡയബറ്റീസിന് തന്നെ there are genetic basis, or even for some of the cancers. സോ ഇതുപോലെ ഒരു കൺജനൈറ്റൽ ജനറ്റിക് ഡിസീസ് ആണ് ഗൗച്ചേഴ്സ് സിൻഡ്രോം. അത് റെയർ ആണ്, പക്ഷെ ഉണ്ട് നമ്മുടെ പോപ്പുലേഷൻ. ഇത് നമ്മുടെ ഹ്യൂമൻ ജീനോം സീക്വൻസിങ് ഒക്കെ നടത്തിയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ഒരു ജീനിന്റെ മ്യൂട്ടേഷൻ കാരണം അതിന്റെ ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസ് എന്നൊരു എൻസൈം ഇവരിൽ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. സോ ഇത് കാരണം ഈ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികള് ഒന്നാമത് അവരുടെ വളർച്ച മുരടിച്ചിരിക്കും. അവര് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കുറച്ച് വർഷത്തിനകത്ത് തന്നെ അവരുടെ കാലമായ അന്ത്യം തന്നെ ഉണ്ടാവും. പക്ഷെ ഇന്ന് അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഇൻസുലിൻ ഒക്കെ കുത്തി വയ്ക്കുന്ന പോലെ ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസ് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാം. അപ്പം അതൊക്കെ ഇപ്പൊ വേറെ ചില സിസ്റ്റത്തിലാണ് ഇപ്പൊ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എലൈ ലില്ലി പോലുള്ള കമ്പനികൾക്കൊക്കെ ആ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ഈ സംരംഭം ഷുഗർ കെയിൻ ജ്യൂസില് നമുക്ക് ഈ ഗ്ലൂക്കോസ് സെറിബ്രോസിഡേസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? അഫ്കോഴ്സ് കുറെ സക്സസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇനി ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. സോ ഷുഗർ കെയിനില് ഈ ഷുഗർ സ്റ്റെമ്മിലുള്ളത് കാരണം ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റന്റ് ഫോർ ദി എൻസൈം. സോ ആ എൻസൈം പ്രിസർവ് റൂം ടെമ്പറേച്ചറിൽ തന്നെ പ്രിസർവ്ഡ് ആയിട്ടിരിക്കും. ഇതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അതുപോലെ ബയോ പ്ലാസ്റ്റിക്സ് ആണെങ്കിൽ തന്നെ. പിന്നെ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ അവിടെ ഒരുപാട് അഗ്രികൾച്ചറൽ വേസ്റ്റുകളുണ്ട്. ഇന്ന് ഡൽഹിയിൽ ഈ പൊല്യൂഷന്റെ കാരണം തന്നെ എല്ലാവരും പറയുന്നത് ഹരിയാനയിലും അവിടെ പഞ്ചാബിലും ഒക്കെ കൃഷിക്കാർ അവരുടെ പാടത്ത് കിടക്കുന്ന വൈക്കോൽ കത്തിക്കുന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് വേറെ ഓൾട്ടർനേറ്റീവ് യൂസസ് നമുക്ക് ഉണ്ടാക്കാമോ? ബയോ എനർജി ഏരിയയിലാണെങ്കിലും അങ്ങനത്തെ ഏരിയയിലാണ്. അവസാനമായി ഞാൻ പറഞ്ഞു, അഗ്രികൾച്ചർ ഈസ് an area domain where there is going to be a confluence of multiple technology. പണ്ടൊക്കെ നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അഗ്രോണമി അല്ലെങ്കിൽ ബോട്ടണി, ജനറ്റിക്സ്. ഇന്ന് നമ്മൾ അന്നൊന്നും കൺസീവ് ചെയ്യാൻ പോലും പറ്റാത്ത ഏരിയാസ് ഓഫ് ടെക്നോളജീസ് ആർ ഇമ്പാക്ടിങ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ്. ഉദാഹരണത്തിന് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. നമ്മളിപ്പോ ഇന്ന് സ്മാർട്ട് ഫോൺ പലരുടെയും കയ്യിൽ കാണും. ഇത് ഉപയോഗിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കൃഷിക്ക് ഉതകുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. പ്രിസിഷൻ ഫാർമിംഗ് ആണെങ്കിലും സെൻസർ ബേസ്ഡ്, വെള്ളം വേണോ വെള്ളം വേണ്ടയോ, ഫെർട്ടിലൈസർ വേണോ, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, സിമ്പിൾ ആയിട്ട് വാട്ടർ മാനേജ്മെന്റ് ആൻഡ് ഓട്ടോമേഷൻ. ഇവിടെ ഒരു കിസാൻ രാജ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതായത് സെൽഫോണിൽ ഒരു ആപ്പ് ഉണ്ട്. മിക്കവാറും പമ്പ് ദൂരെ ആയിരിക്കും, ഫീൽഡിലായിരിക്കും. ഇപ്പൊ വീട്ടിൽ ഇരുന്ന് രാത്രിയെ കറണ്ട് വരത്തുള്ളൂ. ഇപ്പൊ പമ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമായിട്ട് സെൽഫോണിൽ നമുക്ക് ഓഫ് ഓണും ചെയ്യാം. ഇപ്പൊ പല വീട്ടിലും ഒക്കെ ഈ ക്യാമറ വെച്ചിട്ട് അത് എവിടെ ഇരുന്ന് സെൽഫോണിൽ മോണിറ്റർ ചെയ്യുന്ന പോലെ യു ക്യാൻ ഓപ്പറേറ്റ് എ പമ്പ്. ദറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഓഫ് ടെക്നോളജി. ഇറ്റ് ഈസ് അവൈലബിൾ വെരി ചീപ്പ് ഓൾസോ. പലരുടെയും ഇവിടെയൊക്കെ ഉള്ള കൃഷിക്കാരുടെ കയ്യിലൊക്കെ അവരുടെ സെൽഫോണിലൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഈസ് ഗോയിങ് ടു ഇമ്പാക്ട് അഗ്രികൾച്ചർ ഇൻ എ ബിഗ് വേ. സോ അതിനുതകുന്ന രീതിയിലുള്ള ജനിതക മാറ്റങ്ങളും ആ ക്രോപ്പിന്റെ പാറ്റേണും ഒക്കെ ഉണ്ടാക്കുന്ന ഇറ്റ് വിൽ ഹാവ് ടു ബി ഡെവലപ്ഡ് ടുഗെദർ. സോ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് ഞാൻ പറഞ്ഞ നേരത്തെ ഇപ്പോൾ ജനിതക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ഇപ്പോൾ പുതിയ പുതിയ രീതികൾ ഉണ്ടായിട്ടുണ്ട്. ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിലവർ കേട്ടിട്ടുണ്ടോ? ജീൻ എഡിറ്റിംഗ് കഴിഞ്ഞ വർഷത്തെ നോബൽ പ്രൈസ് കിട്ടിയത് ഡൗട്ട്ന ജീൻ എഡിറ്റിങ്ങിനാണ്. പണ്ടത്തെ പോലെ എല്ലാം മുറിച്ച് മാറ്റി വെക്കേണ്ട കാര്യമില്ല. അതിൽ 1-2 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ
അതിന് നമുക്ക് with minimally invasive technologies we can correct it. ഇപ്പൊ ഞാനിപ്പോ നയിക്കുന്ന കമ്പനി ഉണ്ടല്ലോ അഗ്രിജീനോ, ഞങ്ങൾ അതിൽ തക്കാളിക്കും റൈസിനും ഉതകുന്ന രീതിയിൽ ഈ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സോ നോക്കൗട്ടോ അല്ലെങ്കിൽ പുതിയ ജീൻ മാറ്റങ്ങളോ എഡിറ്റിംഗ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ ഒരുപാട് എന്റർപ്രൈസസ്, ഞാൻ ഈ താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സൈബസ്, കാലിക്സ്, ഇതൊക്കെ ഇന്റർനാഷണലി അവരൊക്കെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇതുമാതിരിയുള്ള ഇത് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുള്ള സംരംഭങ്ങൾക്ക് അവര് റേസ് ചെയ്തിട്ടുണ്ട്. സോ ഫണ്ടിങ് മേ നോട്ട് ബി എ പ്രോബ്ലം, ഇറ്റ് ഈസ് ദ ഐഡിയ വിച്ച് വിൽ ബി ദി പ്രോബ്ലം. സോ ഇഫ് യു ഗെറ്റ് എ ഗുഡ് ഐഡിയ, ഐ തിങ്ക് കേരള സർക്കാർ സഹായിക്കുന്ന പോലെ ദാറ്റ് വിൽ ബി എൻ ഇനീഷ്യൽ സഹായം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ആ കോൺസെപ്റ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ there is great opportunities, funding opportunities available globally. Thank you, sir. ഇതിന്റെ സമയമായെന്ന് തോന്നുന്നു. ആയില്ലേ? ഹലോ, അതുകൊണ്ട് അവസാനത്തെ സ്ലൈഡാണിത്. ഇപ്പൊ നമ്മുടെ ഇതുമാതിരിയുള്ള പ്രവൃത്തി കൊണ്ടും ഹ്യൂമൻ ആക്ഷൻ കൊണ്ടും നമ്മളൊക്കെ കൂടുതൽ മനസ്സിലാക്കി വരുന്നത് there is a lot of impact on the environment. നമ്മുടെ പരിസ്ഥിതി പ്രതികൂലമായി ബാധിക്കുന്നു. ഇപ്പോൾ കൃഷിയാണെങ്കിലും നമ്മൾ ഫെർട്ടിലൈസറുടെ കാര്യം നേരത്തെ പറഞ്ഞു, കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ഇൻ ടു ദി വാട്ടർ ബോഡീസ്, നമ്മുടെ ജലസംഭരണികളിലും ഇതൊക്കെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ പുതിയ ടെക്നോളജി വേണ്ട എന്നുള്ളതല്ല. പലരും പറയും അപ്പൊ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെയാണ് നമുക്ക് ടെക്നോളജി കൂടുതൽ ഉപയോഗിക്കേണ്ടത്. പക്ഷേ വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട്, വളരെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സന്ദർഭം എത്തുന്നത്. അതായത് പ്രകൃതിക്ക് പ്രതികൂലമായ ബാധ ഇല്ലാത്ത രീതിയിൽ, which is environment friendly, we can use such technologies. And there is a tremendous opportunity for entrepreneurship and innovation and entrepreneurship in this area also. Biological pesticides ആണെങ്കിൽ biological pesticides, new ways of formulations, judicious mix of chemical and biological solutions. So ഇതിനൊക്കെ tremendous opportunities ഉണ്ട്. ഞാൻ ഇവിടെ നിർത്താം. Thank you very much. I don't know if there is any time for any interaction, but I will stay on for some more time. Back to the organizers. Thank you, sir. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചോദിക്കാം സാറിന്റെ അടുത്ത്. അതെങ്ങനെയാ, ഇവര് ചാറ്റ് ബോക്സിൽ ഇടുവോ? ചാറ്റ് ബോക്സ് ആണെങ്കിലും ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ചോദിക്കാം സർ. ചോദിക്കാമല്ലോ, ഇവരെ കാണുന്നുണ്ട്. നിങ്ങൾ പക്ഷെ അവർ ചോദിക്കുമ്പോൾ ഒരു മൈക്കോ മറ്റോ അവരെടുത്ത് കൊടുത്താൽ എനിക്ക് കേൾക്കാനും പറ്റും. ഓക്കെ. ആർക്കും ചോദ്യമൊന്നും ഇല്ല. അതിന്റെ അർത്ഥം രണ്ടിലൊന്നാണ്. ഒന്ന് എല്ലാം മനസ്സിലായെന്നായിരിക്കും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ലെന്നായിരിക്കും. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ? ഹലോ, താങ്ക് യു സർ. ഇവർക്ക് എല്ലാവർക്കും അവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർക്കാണ് ആന്റർപ്രണർ ആകാനുള്ള താല്പര്യം എന്ന് ചോദിക്കും? കൈമുക്കിയാൽ മതി. ഇവരൊക്കെ MSc സ്റ്റുഡൻസ് ആണോ? ഏത് സ്റ്റുഡൻസ് ആ ഇവരൊക്കെ? MSc സ്റ്റുഡൻസ് ആണ്. ഏത് സബ്ജക്റ്റാ? ബയോടെക്നോളജി. അപ്പൊ പിന്നെ മിക്കവാറും പേരൊക്കെ നിങ്ങള് you want to start a job or you want to give jobs? മൗനമാണ്, കുഴപ്പമില്ല. ശരി, ഓക്കെ. കിട്ടിയാ നല്ലത്. ശരി. അല്ല, ഇപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കട്ടെ. ഇപ്പൊ ഗവൺമെന്റിന്റെ പക്ഷത്തിൽ നിന്ന് ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ഇതിലൊക്കെ നിങ്ങൾ ഈ സ്കീംസിനെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ബിഗ് ഗ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബിഗ് ബയോടെക് ഇഗ്നിഷൻ ഗ്രാൻഡ് അപ് ടു 50 lakhs പെർ പ്രോജക്ട് ഐഡിയ. ഇതിന് ഐഡിയ മാത്രം മതി. ഈ ഐഡിയ ടു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ്, അതാണ് അതിന്റെ കാര്യങ്ങൾ. ബിഗ് ഗ്രാൻഡ് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ BIPP, ബയോടെക്നോളജി ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പ് പ്രോജക്ട്, സിബ്രി, ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കി ഇരിക്കരുത്. കണ്ണ് തുറന്ന് ഇന്റർനെറ്റ് ഒക്കെ വേണ്ടതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, വല്ലപ്പോഴും വാട്സാപ്പ് ഒക്കെ നോക്കുമ്പോൾ ഇടയ്ക്ക് ഇതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കും. അതൊക്കെ നിങ്ങൾ ലിവറേജ് ചെയ്യണം. ഞാൻ ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ള, കേരളത്തിൽ നിന്നുള്ളവർ ഒരുപാട് പേര് ഇവിടെ ബാംഗ്ലൂരിലൊക്കെ വന്ന് ദേ ആർ അപ്ലൈങ്. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരുപാട് സംരംഭങ്ങൾ, ഇപ്പൊ മധ്യ കേരളത്തില് കമ്പനി വെച്ച് അവർക്ക് ബിഗ് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. ബിഗ് ഗ്രാൻഡ് കിട്ടിയ പലരും ഉണ്ട്. അപ്പം കേരളത്തിൽ നിന്ന് മോർ ആൻഡ് മോർ പീപ്പിൾ ഷുഡ്, ഐഡിയാസിന്റെ കുറവുകൊണ്ടല്ല, ചിലപ്പം ഇതൊക്കെ നമുക്ക് അറിയാത്ത കൊണ്ടായിരിക്കും. There is not enough representation. I encourage all of you to do that, to apply for these things. Thank you.